നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പാരീസ് സെൻ ജർമ്മൻ്റെ ബ്രസീലിയൻ സൂപ്പർ താരം മാർക്കിന്യോസ് ഫ്രഞ്ച് പൗരത്വം നേടാൻ നീക്കങ്ങൾ നടത്തുന്നു. ഈ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് മാർക്കിന്യോസ് തന്നെയാണ്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, 2013 മുതൽ അദ്ദേഹം പാരീസിലാണ്, ഫ്രാൻസിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ബ്രസീലിൽ ഞാൻ എൻ്റെ 18 വർഷക്കാലമാണ് ഞാൻ ജീവിച്ചത്. ഫ്രാൻസിൽ ഇപ്പോൾ ഓൾറെഡി 13 വർഷമായി. സോ ഞാൻ ഒരു വലിയ ഭാഗം പാരീസിയനാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ ജനിച്ചത് ഇവിടെയാണ്, എൻ്റെ വൈഫ് ഇവിടെയാണ് നീണ്ട കാലം എന്നോടൊപ്പം ജീവിക്കുന്നത് ഇവിടെ എത്തിയതിന് ശേഷം. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഫ്രഞ്ച് പൗരത്വത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. എൻ്റെ ഭാര്യ ഓൾറെഡി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ കാര്യത്തിനു വേണ്ടി ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാര്യം അദ്ദേഹം RTLനോട് വിശദീകരിച്ച് പറഞ്ഞതാണ്. എന്നിട്ട് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ഒരു പൗരത്വം എടുക്കുകയാണെങ്കിൽ അത് ഫ്രാൻസും പാരീസും എന്തൊക്കെ എനിക്ക് നൽകി, ഞാനിവിടെ എത്രത്തോളം ഈ നാടിനെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ ഒരു സിംബിളൈസിങ് ആയിരിക്കും. ഫോർ മീ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് പ്ലഷർ ടു ഫൈനലി ബി എ ഫ്രഞ്ച് പാരീസിയൻ എന്നാണിപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും മാർക്കിന്യോസ് ഫ്രഞ്ച് പൗരത്വം എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് ഇനി ബ്രസീലിൽ കളിക്കാൻ പറ്റില്ലെന്നൊന്നും ആരും കരുതണ്ട. യൂറോപ്പിൽ കളിക്കുന്ന മിക്ക ലാറ്റിൻ അമേരിക്കൻ താരങ്ങൾക്കും ഇങ്ങനെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഏതായാലും ഇപ്പോൾ നോൺ യൂറോപ്യൻ പ്ലേയേഴ്സായിട്ട് PSG ലൂക്കാസ് ബെറാൽഡോയും ലീ കാങ് ഇന്നും വില്യം പാച്ചോയും ഗബ്രിയൽ മൊസ്കാഡോയുമാണ്. അദ്ദേഹം ഇപ്പോൾ ബ്രാഗയിൽ ലോണിൽ പോയിരിക്കുകയാണ്. സോ ഇത്രയും താരങ്ങളാണ് നിലവിൽ ഈ ഒരു നോൺ യൂറോപ്യൻ താരങ്ങളായിട്ടുള്ള. മാർക്കിന്യോസിന് ഓൾറെഡി ഒരു പോർച്ചുഗീസ് പാസ്പോർട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ 2019 നമുക്കറിയാമല്ലോ, തിയാഗോ സിൽവ ഫ്രഞ്ച് പൗരത്വം നേടുകയുണ്ട്. അപ്പോൾ ആ സമയത്ത് PSG ഒരു നോൺ യൂറോപ്യൻ സ്ലോട്ട് ഫ്രീ അപ്പ് ചെയ്യാൻ വേണ്ടി അതിലൂടെ സാധിച്ചിരുന്നു. പക്ഷേ മാർക്കിന്യോസിൻ്റെ കാര്യത്തിൽ അതല്ല കേസ്. അദ്ദേഹത്തിന് ഇവിടെ ഫ്രാൻസിനോടുള്ള താല്പര്യവും സ്നേഹവും ഇഷ്ടവും ഒക്കെ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രഞ്ച് നാഷണാലിറ്റി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഫോർ മീ ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് പ്ലഷർ ടു ഫൈനലി ബി എ ഫ്രഞ്ച് പാരീസിയൻ. ഞങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈഫ് ഓൾറെഡി അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഞാൻ അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു. പിന്നെ തീർച്ചയായിട്ടും ഇതൊരു സിംബിളൈസിങ് ആയിരിക്കും. ഫ്രാൻസും പാരീസും എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് നൽകി എന്നുള്ളതിന് ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം ഞാൻ ഇവിടെയാണ് ചിലവഴിച്ചത്. എൻ്റെ കുഞ്ഞുങ്ങൾ ഇവിടെയാണ് ജനിച്ചത്. എൻ്റെ വൈഫിനൊപ്പം നീണ്ട കാലമായിട്ട് ഞങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നത്. സോ ഇതെനിക്കൊരു വലിയ അഭിമാനവും സന്തോഷവുമായിരിക്കും ഫ്രഞ്ച് പൗരനാവുക എന്നതിനെക്കുറിച്ച് ഇപ്പോൾ മാർക്കിന്യോസ് പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സിൽ എത്താം.